നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നേർക്കുനേർ സംവാദം ഉണ്ടാകില്ല. നേരിട്ടുള്ള സംവാദമല്ല, സമൂഹ മാധ്യമ സംവാദമാണ് ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സ്ഥലവും സമയവും പറഞ്ഞാൽ എത്തുമെന്ന് ആവർത്തിച്ച വി ഡി സതീശൻ ഇന്നും രംഗത്തു വന്നു. വികസന വിഷയങ്ങളിൽ സംവാദത്തിന് തയ്യാറാണോ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വെല്ലുവിളി സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡ് പങ്കുവച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത്. ഫേസ്ബുക്കിൽ ഇന്നലെ രാവിലെ 9 മുതൽ സംവാദം തുടങ്ങിക്കഴിഞ്ഞെന്ന് മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പിണറായി വിജയൻ അവകാശപ്പെട്ടു. പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ നേരിട്ടല്ല ഫേസ്ബുക്കിലൂടെയുള്ള സംവാദത്തിനാണ് വി ഡി സതീശനെ ക്ഷണിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. എന്നാൽ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സ്ഥലവും സമയവും ഇതുവരെ തീരുമാനിച്ചില്ലെന്ന് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ പരിഹസിച്ചു. മുഖ്യമന്ത്രി സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയത് തന്നെ വളരെ നിരാശപ്പെടുത്തിയെന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിനെ ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. ഇതോടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന് കാത്തിരുന്ന രാഷ്ട്രീയ കേരളത്തിന് നിരാശ. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.